ലോകം എത്ര മാറിയാലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. ഒരു നാൾ മറ്റൊരാളുടെ കൈകളിൽ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നലകളെ വീണ്ടെടുക്കാൻ നമുക്കാകില്ല. പക്ഷേ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. നമ്മുടെ ജീവിതയാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. ശരിയായത് എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതാകട്ടെ എല്ലായ്പ്പോഴും ശരിയുമല്ല. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ശക്തി നൽകും. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക. തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക. ബന്ധങ്ങൾ സ്വയം തകരില്ല. അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. തോറ്റു പോകുന്നതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വച്ച് തന്നെ നടക്കും. തകർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിൻ്റെ പിന്നിൽ ഒരു വെളിച്ചം ഉണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയേകുന്നത്. നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കൂ. അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റുകളായിരിക്കും. അഭിനയിക്കാതെ ജീവിക്കുക. ആശ്രയിക്കാതെ സ്നേഹിക്കുക. അപമാനിക്കാതെ സംസാരിക്കുക. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. പ്രയാസം അനുഭവിക്കാതെ ഏതൊരു ചെറിയ ദൗത്യം പോലും പൂർത്തീകരിക്കാൻ കഴിയില്ല. ഒറ്റപ്പെടൽ നേരിട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവരെ എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നത് നല്ല അവസരങ്ങളിലൂടെയല്ല, നല്ല അനുഭവങ്ങളിലൂടെയാണ് ജീവിതം മെച്ചപ്പെടുന്നത്.